ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. എൻ്റെ പ്രിയപ്പെട്ടവരെ, അവയമരി മിനിസ്ട്രിയുടെ വചന സന്ദേശത്തിലേക്ക് നിങ്ങളെ ഞാൻ ദൈവത്തിൻ്റെ നാമത്തിൽ ക്ഷണിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 14-ാം തിരുവചനം. ഇന്നിവിടെ പങ്കുവയ്ക്കാൻ പോകുന്ന ഈ വചനം സ്വർഗരാജ്യത്തിലേക്ക് കിടക്കേണ്ട മനുഷ്യൻ്റെ പ്രവേശനത്തിനുള്ള ബുദ്ധിമുട്ടുകളെ കുറിച്ചാണ്. ഇത് സ്വർഗരാജ്യത്തിൻ്റെ കവാടത്തിൻ്റെ പ്രവേശന ബുദ്ധിമുട്ടല്ല പറയുന്നത്. ഈ ലോകത്തിൽ ജീവിക്കുന്ന ഓരോ വ്യക്തികളും, ക്രിസ്തുവിനെ അറിയുന്നവരും ക്രിസ്തുവിനെ അറിയാത്തവരും ക്രിസ്തുവിൻ്റെ ഇഷ്ടം മനസ്സിലാക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുമായ എല്ലാ മനുഷ്യരും ഈ ലോകത്തിൽ വെച്ച് തന്നെ ഇങ്ങനെ ഒരവസ്ഥ തരണം ചെയ്ത് ജീവിച്ചാൽ മാത്രമേ അവന് സ്വർഗരാജ്യം എന്ന മഹാ അത്ഭുതത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയൂ എന്ന് മനുഷ്യകുലത്തിന് ബോധ്യം കൊടുക്കുന്ന ഒരു വചനമാണ്. ലോകത്തിൻ്റെ ഇഷ്ടങ്ങളിലേക്കും ആഗ്രഹങ്ങളിലേക്കും നമ്മുടെ ആഗ്രഹങ്ങളിലേക്കും പ്രവേശിക്കുന്നത് വിശാലമായ കവാടമാണെന്നും സ്വർഗരാജ്യത്തിൻ്റെ അകത്തളങ്ങളിലേക്ക് നമുക്ക് ഇറങ്ങിപ്പോകേണ്ട അവസ്ഥ വന്നാൽ ആ വാതിൽ ഇടുങ്ങിയതും വഴികൾ ദുർഘടം പിടിച്ചതുമാണ് എന്ന് ഈ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങളൊക്കെ ഈ വചനം ഒത്തിരി പ്രാവശ്യം വായിച്ചിട്ടുള്ള മനുഷ്യരായിരിക്കും. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞാൽ ഈ വചനം വായിക്കൽ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് വലിയ കാര്യമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം വചനം വായിക്കുന്നവൻ അത് ഗ്രഹസ്ഥമാക്കുന്നുവെങ്കിൽ, അത് ഉൾക്കൊള്ളുന്നുവെങ്കിൽ തീർച്ചയായും ആ വചനത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു സത്യമുണ്ട്. ഈ ലോകത്ത് ജീവിക്കുന്ന ഓരോ മനുഷ്യനും, അല്ലെങ്കിൽ ദൈവത്തെ അറിയുന്ന ഓരോ മനുഷ്യനും എങ്ങനെയാണ് ഈ ലോകത്തിലെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന്, അല്ലെങ്കിൽ എങ്ങനെ കൊണ്ടുപോകണം എന്ന് ഈ വചനം മനുഷ്യനെ ഓർമ്മപ്പെടുത്തുന്നു. ഈ വചനം നമ്മുടെ മുമ്പിൽ തുറന്ന പുസ്തകം പോലെ നിൽക്കുമ്പോൾ ഈ വചനത്തിനെ ചിന്തിക്കുക പോലും ചെയ്യാതെ മനുഷ്യൻ എന്തെല്ലാം സംവിധാനങ്ങളും എളുപ്പ വഴികളുമുണ്ടോ ഈ ലോകത്ത് നിലനിൽക്കാൻ, ആ വഴികൾ എവിടുന്ന് കിട്ടുമെന്ന് തേടി നടക്കുന്ന ഒരവസ്ഥ. അപ്പോൾ പറയുന്ന വചനത്തിന് നേരെ ഘടകവിരുദ്ധമായി പ്രവർത്തിക്കുന്ന തലമുറയിലൂടെയാണ് നമ്മളെല്ലാവരും യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് ക്രിസ്തു പറഞ്ഞത്, ഞാൻ തിരിച്ചു വരുമ്പോൾ വിശ്വാസമുള്ള തലമുറ ഇവിടെ കാണില്ല, ഒരാളെയും ഇവിടെ രക്ഷിക്കാൻ കഴിയുമെന്നും തോന്നുന്നില്ല എന്ന് പറയാൻ കാരണം ജനമെന്നും സ്വാർത്ഥതയുടെ നിറകുടമായാണ് ഭൂമിയിൽ ജീവിക്കുന്നത്. പ്രത്യേകിച്ച് ക്രിസ്തുവിനെ അറിയാമെന്ന് പറയുകയും ക്രിസ്തുവിനെ ഇഷ്ടപ്പെടുകയും ക്രിസ്തു എന്താണെന്ന് സ്പർശിച്ചറിയുകയും ചെയ്യുന്ന ഒരു തലമുറയാണ് ക്രിസ്ത്യാനി. അങ്ങനെ തന്നെ ചിന്തിക്കണം. ക്രിസ്തുവിനെ അറിയാൻ ആഗ്രഹിക്കുന്നവൻ, ക്രിസ്തുവിനെ ഇഷ്ടപ്പെടാൻ ആഗ്രഹിക്കുന്നവൻ, ക്രിസ്തുവിൻ്റെ ഇഷ്ടം മനസ്സിലാക്കുന്നവൻ തീർച്ചയായും എപ്പോഴേലും അവൻ്റെ ജീവിതത്തിൽ ഏതേലും പരാജയത്തിലോ, ഏതേലും നാശത്തിലോ, ഏതേലും രോഗത്തിലോ, ഏതേലും ഇല്ലായ്മയിലോ, ഏതേലും തളർച്ചയിലോ ഒക്കെ ക്രിസ്തുവിനെ അറിയുന്നു എന്ന് പറയുന്നവൻ എപ്പോഴേലും ദൈവത്തിൻ്റെ ഒരു സ്പർശനം അറിഞ്ഞിട്ടുണ്ടാവും. ഏതേലും രീതി ദൈവം മുന്നിൽ നിന്നല്ല അവനെ സ്പർശിക്കുന്ന, ആത്മാവിലൂടെ ആ രൂപയിൽ അവനെ സ്പർശിച്ച് ഏതേലും ഒരു സന്ദർഭം അവൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും. അതെന്തിനാണ് അങ്ങനെ ഒരു സ്പർശനം കൊടുക്കുന്നത്? ആ സ്പർശനം കൊടുക്കുന്നതൊക്കെ സ്വർഗരാജ്യത്തിൻ്റെ മഹത്വം എത്ര വലുതാണെന്നും അതിലേക്കുള്ള യാത്ര എത്ര ദുർഘടമാണെന്നും ഒക്കെ നമ്മൾ ഈ ഭൂമിയിൽ മനസ്സിലാക്കാനാണ്. കാരണം സ്വർഗരാജ്യത്തിലേക്ക് യാത്ര ചെയ്യുന്നവരാണ് ഈ ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാ മനുഷ്യരും. കാരണം ദൈവത്തെയും ദൈവഹിതവും മനസ്സിലാക്കാത്ത മനുഷ്യർ പോലും അതിലേക്ക് എത്തണമെന്നാണ് ദൈവത്തിൻ്റെ പദ്ധതി. അതിനാണ് നമ്മളെപ്പോലെയുള്ള ക്രിസ്ത്യാനികളെ കർത്താവ് ക്രിസ്തുവിൻ്റെതായി തിരഞ്ഞെടുത്ത് ഇങ്ങനെ ഒരു ജീവിതത്തിലേക്ക് വിട്ടിരിക്കുന്നത്. നമ്മളിലൂടെ വേണം സ്വർഗരാജ്യത്തിൻ്റെ മഹത്വവും പ്രഘോഷണവും ഈ ഭൂമിയിൽ നിറവേറാൻ. അതൊരു ക്രിസ്ത്യാനിയുടെ ദൗത്യമാണ്. ഇവിടെ ക്രിസ്ത്യാനിയുടെ ദൗത്യം ക്രിസ്ത്യാനി നിർവഹിക്കുന്നത് എങ്ങനെയാണിപ്പോൾ? അവൻ്റെ ഈ ഭൂമിയിലെ നിലനിൽപ്പിന് വരുന്ന കോട്ടങ്ങളോ നഷ്ടങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ നിലനിർത്താൻ വേണ്ടി തമ്പുരാനെ തേടി പോവുക, തമ്പുരാൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും മേടിക്കുക, തൽക്കാലം കണ്ണീരൊക്കെ ഒഴുക്കുക, അതിൽ നിന്ന് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അതുകൊണ്ട് ജീവിക്കുക, അത് കഴിഞ്ഞതിന് ശേഷം തമ്പുരാനെ വലിച്ച് ദൂരെ കളയുക, പിന്നെ അവൻ്റെ ഇഷ്ടത്തിന് ജീവിക്കുക, അടുത്ത കുഴിയിൽ പോയി ചാടിക്കഴിയുമ്പോൾ വീണ്ടും തമ്പുരാൻ എവിടെയാണ് കിട്ടുന്നതെന്ന് പറഞ്ഞ് നാട് മുഴുവൻ തമ്പുരാനെ മേടിക്കാൻ നടക്കുക. ഇതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനല്ല നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. നമ്മളാകുന്ന മനുഷ്യരിലൂടെ ദൈവത്തിൻ്റെ രാജ്യവും ദൈവത്തിൻ്റെ മഹത്വവും ദൈവത്തിൻ്റെ പ്രവൃത്തികളും ഭൂമിയിൽ സംജാതമാക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ്. അങ്ങനെ വിളിക്കപ്പെട്ടവൻ ഈ ഭൂമിയിൽ ബുദ്ധിമുട്ടുകൾ, വിഷമങ്ങൾ, ദുർഘടങ്ങൾ, വിഷമങ്ങൾ എല്ലാം ഉണ്ടാവും. അത് മുൻകൂട്ടി പറയുകയാണ്. ആ ഉണ്ടാകുന്ന ഓരോ വീഴ്ചകളും വിഷമങ്ങളും ദുഃഖങ്ങളും എല്ലാം നമ്മുടെ തകർച്ചയിലേക്കോ നാശത്തിലേക്കോ അല്ല, അതിനെ സഹനത്തോടു കൂടി ക്രിസ്തുവിൻ്റെ കൂടെ ഈ ഭൂമിയിൽ ഒരു ക്രിസ്ത്യാനി ജീവിക്കുമ്പോൾ, ക്രിസ്തുവിൻ്റെ അഭീഷ്ടം അനുസരിച്ച് നമ്മളിവിടെ ഭൂമിയിൽ നിലകൊള്ളുമ്പോൾ തീർച്ചയായും നമ്മൾക്ക് ഇങ്ങനെ ഉണ്ടാകുന്ന ജീവിത വീഴ്ചകളും ദുഃഖങ്ങളും വേദനകളും ഒക്കെ ഉണ്ടാകുമെന്നും അത് ദൈവത്തെ പ്രതി നമ്മൾ സഹിക്കുകയും സ്വർഗരാജ്യത്തിൻ്റെ മഹത്വത്തിനായി കാഴ്ചവെച്ച് ജീവിക്കുകയും ചെയ്യണമെന്ന ബോധ്യം നമുക്ക് തരുന്നതാണ്. അതാണ് ലോകത്തിലെ ദുർഘടമായ വഴികളും ഇടുങ്ങിയ പാതകളും ഒക്കെ ഈ സുവിശേഷ ഭാഗത്തിൽ വിശേഷിപ്പിക്കുന്നത്.
എന്നാൽ ലോകത്തിന്റെ തെറ്റുകളിലേക്കും പാപാവസ്ഥകളിലേക്കും കാഴ്ചകളിലേക്കും ആഗ്രഹങ്ങളിലേക്കും കിടക്കുന്നത് വളരെ വിശാലവും ഈസിയുമാണ്. കാരണം അത് ദൈവിക പദ്ധതിയല്ല, അത് ഭൂമിയിൽ ദൈവത്തിന്റെ ശക്തിക്ക് ഓപ്പോസിറ്റായി പ്രവർത്തിക്കുന്ന പൈശാചികതയുടെ ഭാഗമാണ്. അപ്പോൾ ആ ഭാഗം എപ്പോഴും ഈസി ആയിരിക്കും. കാരണം അതാണ് നമ്മൾ തുലനം ചെയ്യുന്നത്. ഭൂമിയിൽ നമ്മൾ തുലനം ചെയ്യുമ്പോൾ പറയാറുണ്ട്, പലരും പറയാറുണ്ട്, അങ്ങനെ പള്ളിയിലൊന്നും പാടില്ല, ഞാൻ പ്രാർത്ഥിക്കാറില്ല, ഞാൻ സ്പെഷ്യൽ പ്രയർ ഒന്നും ചെയ്യാറില്ല, ദൈവത്തിന് ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ജീവിക്കുന്നു, എനിക്കൊരു കുഴപ്പം ഉണ്ടായിട്ടില്ല, എൻ്റെ ബുദ്ധിയിൽ തോന്നുന്ന കാര്യങ്ങൾ ചെയ്യുക, ഇല്ലെങ്കിൽ നമ്മൾ മരിച്ചു പോകും, കുറച്ച് കാലത്തേക്ക് ഈ ഭൂമി കാണും, ഉള്ള കാലം അടിച്ചു പൊളിച്ച് സുഖമായിട്ട് ജീവിക്കുക. ഇങ്ങനെ ചിന്തിക്കുന്നവന് ഒരു വീഴ്ചയും വരുന്നില്ല എന്ന് നമ്മൾ പറയാറുണ്ട് പലപ്പോഴും, പലരും ഇല്ലേ. അവിടെയാണ് വിശാലമായ ഈ ജീവിതത്തിന്റെ ഭാഗം അവന്റെ ജീവിതം നമ്മളെ കാണിച്ചു തരുന്നത്. എന്നാൽ അത് നൈമൻഷികവും താൽക്കാലികവും കുറച്ചു കാലത്തേക്ക് മാത്രം നിലനിൽക്കുന്നതുമാണ്. അതിനൊരു നിശ്ചിത ദൈർഘ്യം വരും. ആ ദൈർഘ്യം വരെ ഒരു വീഴ്ചയും അവനെ കീഴ്പ്പെടുത്തില്ല. കാരണം അവനെ ആയിരിക്കും ഈ ലോകത്തിൽ ജീവിക്കുന്ന പല ദൈവവിശ്വാസികളും മാതൃകയായിട്ട് കാണുന്നത്. എടാ, ഇത്രയും പള്ളിയിലൊക്കെ പോകുന്നു, ഇത്രയും പ്രാർത്ഥിക്കുന്നു, ഇത്ര സ്പെഷ്യൽ പ്രയർ എടുത്ത്, ഇത്ര ഉപവാസം എടുക്കുന്നു, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, കരുണ ചെയ്യുന്നു, എല്ലാം ചെയ്യുന്നു, എന്നിട്ട് എനിക്ക് പ്രശ്നങ്ങൾ തീർന്നിട്ട് സമയമില്ലല്ലോ. കണ്ടോ, അവിടെ ഒരു കുഴപ്പമില്ല. അപ്പൊ മാതൃക എവിടെയാണ് പോകുന്നത്? മാതൃക പോകുന്നത് വിശാലമായ വഴിയിലൂടെ ഈ ഭൂമിയിൽ ജീവിക്കുന്ന വ്യക്തിയിലേക്കാണ്. അപ്പോഴും നമ്മൾ ഈ വചനം ഓർക്കുന്നില്ല. ഇടുങ്ങിയ വഴി നിനക്ക് സ്വർഗത്തിലേക്കുള്ള വഴി, ഇടുങ്ങിയ വഴി നിനക്ക് സ്വർഗത്തിലേക്കുള്ള വഴി. ഇടുങ്ങിയ വഴിയിൽ നീ ഇവിടെ ജീവിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ് ഓരോ ക്രിസ്ത്യാനിയും. കാരണം നിന്നെ സ്വർഗത്തിന് ആവശ്യമുണ്ട്. നീ സ്വർഗത്തിന് വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്, സ്വർഗത്തിന്റെ ജീവിതത്തിന് വേണ്ടി ജീവിക്കുന്നവരാണ്. ലോകത്തിൽ നിനക്ക് ദുഃഖങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും വരും. നിനക്ക് താങ്ങാൻ പറ്റാതെ വരുമ്പോൾ, നിന്റെ തോള് ചെരിഞ്ഞു പോകുമ്പോൾ, ആ തോളിലേക്ക് കുരിശ് താങ്ങിയ എൻ്റെ തോള് നീ ചേർത്ത് വെക്ക് എന്നാണ് ഈ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. നമ്മൾ അതിനല്ല പോകുന്നത്. കുരിശൊക്കെ ചേർക്കാൻ കുറച്ച് സമയമുണ്ട് കർത്താവേ, കഷ്ടപ്പെടാൻ കുറെ വേദനയ്ക്ക് കുറെ ബുദ്ധിമുട്ടുണ്ട്, അതൊക്കെ വിട്ടിട്ട് പെട്ടെന്ന് എന്തെങ്കിലും കിട്ടുമെങ്കിൽ ഞങ്ങളൊന്ന് നിലനിൽക്കട്ടെ ഇവിടെ, അത് കഴിഞ്ഞിട്ട് നിന്റെ പുറകെ വരാമെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഇതാണ് നമ്മുടെ എല്ലാ കുടുംബങ്ങളിൽ നോക്കുമ്പോഴും ഓരോ വ്യക്തികളുടെ ജീവിതത്തിൽ നോക്കുമ്പോൾ തകർച്ചയ്ക്ക് കാരണം ഞാൻ പറഞ്ഞു വന്നത്, ക്രിസ്തുവിന്റെ സ്പർശനം ഏറ്റുവാങ്ങുവാൻ തന്നെ ക്രിസ്തുവിനെ ആദ്യം ചവിട്ടി പുറത്തു കളയും. ക്രിസ്തുവിന്റെ സ്പർശനം ഏറ്റുവാങ്ങാൻ വഴി ഒരുക്കി കൊടുക്കുന്നവരെ ആദ്യം എടുത്ത് പുറത്തു കളയും. കാരണം എന്താണെന്നറിയോ, അതിന്റെ പുറകെ മുന്നോട്ട് പോകണമെങ്കിൽ അതിനൊരു സിസ്റ്റം ഉണ്ടാകും. ആ സിസ്റ്റം സ്വീകരിച്ച് മുന്നോട്ട് പോകണമെങ്കിൽ കുറെ ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ ഞാൻ തന്നെ എൻ്റെ ശുശ്രൂഷയിലേക്ക് വിളിക്കുന്നവർക്ക് കൊടുക്കുന്ന ചില രീതികളുണ്ട്. ഒരു സിസ്റ്റം കൊടുക്കും. കാരണം നിന്റെ കുറവുകൾ, നിന്റെ മുൻകാല ജീവിതങ്ങൾ, ഇതെല്ലാം അവർക്ക് പറഞ്ഞു കൊടുക്കും. അതെല്ലാം നീ നിർത്തുക. നീ ദൈവത്തിന്റെ വഴിയിലേക്ക് തിരിച്ചു വരാൻ വേണ്ട പ്രായശ്ചിത്തങ്ങൾ, ആ കുറവുകൾ തിരുത്താനുള്ള മാർഗങ്ങൾ, അതിനു വേണ്ട ദശാംശങ്ങൾ കൊടുക്കല്, അതിന് മറ്റുള്ളവരെ സഹായിക്കല്, വേദനയോടെയുള്ള പ്രാർത്ഥനകള്, നല്ല ഉറങ്ങണമെന്ന് തോന്നുന്ന രാത്രികളിൽ നീ എണീറ്റിരുന്ന് കർത്താവിന് വേണ്ടി നീ മറ്റുള്ളവർക്കായി പ്രാർത്ഥിക്കണം വേദനയോടെ. നിന്റെ നല്ല ഭക്ഷണങ്ങൾ കഴിക്കുന്ന ദിനങ്ങളിൽ നീ കുറച്ച് ദിവസങ്ങൾ ദൈവത്തിന് വേണ്ടി വിട്ടുകൊടുക്കണം. നീ നിത്യവും ദൈവത്തെ ആരാധിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ ഉപയോഗിക്കണം. അതിനുവേണ്ടി നീ പോകണം. നിന്റെ ജീവിത ശൈലി ഇനി മുതൽ ഇങ്ങനെ ആയിരിക്കണം. ദൈവത്തിൽ നിന്ന് കിട്ടുന്ന അനുഗ്രഹങ്ങളെ നീ ഇങ്ങനെ നിലനിർത്തണം എന്നൊക്കെ പറയുമ്പോൾ അത് അനുഭവിച്ചുകൊണ്ട് വെച്ചിട്ട് ബുദ്ധിമുട്ടുണ്ട്. തൽക്കാലം എങ്ങനെയൊക്കെ നിന്ന് പാവപ്പെട്ട് നമ്മുടെ അടുക്ക് എന്തെങ്കിലും പറഞ്ഞിട്ട് നമ്മളെ പട്ടിണിയും മഞ്ഞവും കിടത്തി പ്രാർത്ഥിച്ചിട്ട് വെല്ലം മേടിച്ചുകൊണ്ട് പോയിട്ട് തമ്പുരാനിട്ടും തൊഴി കൊടുത്ത് നമുക്കിട്ടും തൊഴി കൊടുക്കാന്ന് ഇവരാലോചിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവനെ, ഇത് നിങ്ങൾ ഓർക്കുക, ദൈവം കണ്ണ് കാണാത്തവനോ പൊട്ടനോ ലോകത്തെക്കുറിച്ച് അറിയാൻ പാടില്ലാത്തവനോ ഒന്നും അല്ല എന്ന് ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം. ആരുടെ മുമ്പിൽ നമ്മൾ പറ്റിക്കുന്നു? ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്കൊരു അത്ഭുതം കിട്ടുന്നത് ഞാനല്ല തരുന്ന ദൈവമാണ്, ഞാനൊരു ഉപകരണമാണ്. അപ്പൊ നേരിട്ട് നിങ്ങൾ ഫൈറ്റ് ചെയ്യുന്ന ആരോടാണ്? ദൈവത്തോടാണ്. ഇത്ര എന്ന് പറഞ്ഞൊരു വ്യക്തിയോടോ അല്ലെങ്കിൽ ഒരു ശുശ്രൂഷയോടോ അല്ല ഫൈറ്റ് ചെയ്യുന്നത്. കാരണം ആ ശുശ്രൂഷയ്ക്കൊന്നും ചെയ്യാനില്ല, ചെയ്യാനുള്ളത് ദൈവത്തിനാണ്. അപ്പൊ ഫൈറ്റിംഗ് വരുന്ന ദൈവത്തോടാണ്. ദൈവത്തോട് ഫൈറ്റിംഗ് വരുമ്പോൾ എന്ത് പറ്റും? വലിയ പരാജയത്തെ മനുഷ്യനെ ഏറ്റുവാങ്ങും. പെട്ടെന്നാണോ? അല്ല. യാത്രകൾ ഇങ്ങനെ കറക്റ്റായി ഭംഗിയായ വിശാലമായ വഴിയിലൂടെ അവൻ നയിച്ചുകൊണ്ടിരിക്കും. അവനൊരു നിശ്ചിത കാലഘട്ടവും സമയവും തീരുമാനിക്കും. അതുവരെ ഒരു പരാജയം ഉണ്ടാവില്ല. നിങ്ങൾക്ക് ആരെ വേണേലും വെല്ലുവിളിക്കാം. എന്ന് പറഞ്ഞാൽ അത്ഭുതങ്ങളും അനുഗ്രഹങ്ങളും കൊടുത്ത് കൈവച്ച ദൈവത്തെയോ അതിനുവേണ്ടി വഴിയൊരുക്കിയ ആൾക്കാരെയോ പ്രസ്ഥാനത്തെയോ ഒക്കെ നിങ്ങൾക്ക് വെല്ലുവിളിക്കാം, തെറിയും പറയാം, ഒക്കെ ചെയ്യാം. പക്ഷേ വരാൻ പോകുന്ന ദിനങ്ങളിൽ രക്ഷിക്കാൻ കഴിയുന്ന ഒരു വഴിയും നിങ്ങൾക്ക് തുറക്കൂല. എല്ലാം അടയപ്പെടും. ഒരു മനുഷ്യനും ഈ ഭൂമിയിൽ നിങ്ങൾ രക്ഷിക്കാൻ പറ്റില്ല. അത് ഞാൻ പറയുന്നു, പരിശുദ്ധാത്മാവിനെതിരായ പാപമായി മാറും. കാരണം ദൈവം തരുന്ന അത്ഭുതത്തെ, ദൈവത്തിന്റെ സ്പർശനത്തെ സ്വീകരിക്കുകയും ദൈവത്തെ തള്ളിക്കളയുകയും വിശാലമായ വഴി തേടിപ്പോവുകയും ലോകത്തിലെ നിലനിൽപ്പിലേക്ക് തിരിച്ച് യാത്ര ചെയ്യുകയും ചെയ്യുന്നതിന്റെ പരിണിത ഫലമാണ്. ദൈവം അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിച്ച് ഗിമ്മിക്ക് കാണിച്ച് നിങ്ങളെല്ലാം കൂടെ നിർത്താൻ വേണ്ടി ഇങ്ങോട്ട് വന്ന ആളല്ല. അത് ദൈവത്തിന്റെ ഒരു പദ്ധതിയല്ല. അതുകൊണ്ട് അത്ഭുതത്തിന് ഒരു പ്രമോഷനും ഇല്ല എൻ്റെ പ്രിയപ്പെട്ടവരെ. പ്രമോഷൻ കൊടുക്കുന്നത് മുഴുവൻ അത് തമ്പുരാനെ പറ്റിക്കാനാണ്. തമ്പുരാന്റെ പണി അതല്ല. അത് ഇപ്പോഴല്ല. ദൈവം ഭൂമി സൃഷ്ടിച്ച കാലം മുതൽ, ആദത്തിന്റെ ഹവ്വായുടെയും ചരിത്രം മുതൽ
ഇങ്ങോട്ട് ദൈവം ഇങ്ങനെയുള്ള അത്ഭുതങ്ങൾ ഇഷ്ടംപോലെ പ്രവർത്തിച്ചിട്ടുണ്ട്. അത് ഇന്നും ഇന്നലെ ഉണ്ടായതൊന്നുമല്ല അത്ഭുതം. ബൈബിളിന്റെ തുടക്കം മുതൽ അത്ഭുതമാണ്. അത്ഭുതങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത്ഭുതം എക്കാലവും നിലനിർത്തിക്കൊണ്ട് പോകുന്നതല്ല ഭൂമിയിൽ. അങ്ങനെയാണെങ്കിൽ മരിച്ചു ഉയർപ്പിക്കപ്പെട്ട ലാസർ ഇന്ന് ഈ ഭൂമിയിൽ കാണണ്ടേ? 10 വർഷം മാത്രം ജീവിച്ച് കടന്നുപോയ ലാസർ ദൈവമഹത്വം ദർശിക്കാൻ വേണ്ടിയുള്ള യോഗ്യത മാത്രമേ ഉള്ളൂ. അതിനതേ കൊടുക്കാവുള്ളൂ. അതിലൂടെ എങ്ങനെ ആത്മാവിനെ നേടാമെന്ന് തീരുമാനിക്കുന്നതിന് പകരം അതിലൂടെ ഒരു ഗിമ്മിക്കിലൂടെ മനുഷ്യനെ വിഡ്ഢിയാക്കുന്നു, പലയിടത്തും നടക്കുന്നു. അതിലേക്കല്ല മനുഷ്യൻ പോകേണ്ടത്. വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവിതത്തെ വിലയിരുത്തിക്കൊണ്ട് ഇടുങ്ങിയ വാതിൽ വരുമ്പോൾ ഞാനത് ചവിട്ടി എറിഞ്ഞിട്ട് വിശാലമായ വാതിൽ തേടിപ്പോകുന്ന ജനതയല്ലേ. എന്തേലും ഒരു വലിയ ദുരന്തങ്ങളോ നാശങ്ങളോ വന്നാൽ എൻ്റെ ആത്മാവിനെയോ ഈ ഭൂമിയിലെ എൻ്റെ നിലനിൽപ്പിനെയോ ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും സ്വീകരിക്കാനുള്ള യോഗ്യത എൻ്റെ ജീവിതം കൊണ്ട് എനിക്ക് ഉണ്ടായോ എന്ന ഓരോ വ്യക്തിയും വിലയിരുത്തേണ്ട ഇത്രയും വലിയൊരു വചനം, ഇത്രയും ചെറിയ വാക്യം എത്ര പേർക്ക് ഈ തിരിച്ചറിവ് കിട്ടിയിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ? ദൈവനാമത്തിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതവും ഈ വചനവുമായി ഒന്ന് തുലനം ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. ആമേൻ. ഈശോ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം.